ഇവളിത് പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? വേറെ എങ്ങുമല്ല, സമ്മർ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് ചാടുന്നത്? നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ലഗേജൊക്കെ ഒത്തിരി ഉണ്ട്. എല്ലാ പ്രാവശ്യവും ലഗേജ് കുറച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാം പാക്ക് ചെയ്ത് വരുമ്പോൾ ലഗേജ് ഒരുപാടുണ്ടാവും കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ലെസ് ലഗേജാണ് നല്ലതെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ നമ്മുടെ എല്ലാ സാധനങ്ങളൂടെ പാക്ക് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇത്രയും കാണും. പക്ഷേ ഇതിലൊരു രസം എന്താണെന്നറിയോ? നമ്മൾ ഈ കെട്ടിപ്പറക്കി കൊണ്ടുവന്ന സാധനങ്ങൾ പലതും യൂസ് പോലും ചെയ്യാറില്ല. അങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണ്. ചൂട് കാരണം നാട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരക്കം പാഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമുക്കിതൊന്നും യൂസ് ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, എസ്കലേറ്റർ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് എത്ര ലഗേജ് ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ ഈ പെട്ടിയൊന്ന് വലിച്ച് കയറ്റാനായിട്ടൊന്ന് ശ്രമം നടത്തി ട്രെയിനിലോട്ട്. പക്ഷേ നടന്നില്ല. അവസാനം ചേട്ടൻ തന്നെ എടുത്തു വെച്ചു. ആ ചെറിയ പെട്ടിയിൽ മോൻ്റെ സാധനങ്ങൾ മൊത്തം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങളുടെ ഡ്രസ്സുണ്ട് കേട്ടോ. ഞങ്ങൾ കൊച്ചുവേളി മൈസൂർ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. അത് മൈസൂരിൽ നിന്ന് നേരത്തെ തന്നെ ഇവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും നേരത്തെ തന്നെ വരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്തു കേട്ടോ. ട്രെയിൻ എടുത്ത് വൈറ്റ് ഫീൽഡ് സ്റ്റോപ്പ് ആയപ്പോഴത്തേക്കും ജോലിക്ക് പോയിട്ട് വരുന്നവർ കുറേ പേര് കയറി. അവരെല്ലാവരും കൂടി ഒരു സീറ്റിൽ കയറി ഇരുന്നിട്ട് ചേട്ടൻ്റെ മോനെയൊക്കെ ഞെരുക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ അവസ്ഥ കണ്ടില്ലേ? അപ്പോൾ അവർ പക്ഷേ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എങ്ങാണ്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുടിക്കാൻ കോഫിയൊക്കെ ഫ്ലാസ്കിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും സാമിമാരായതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊന്നും കഴിക്കണ്ടെന്ന് കരുതി. രാത്രി കഴിക്കാനായിട്ട് ടൊമാറ്റോ റൈസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. ഇപ്പം വെളുപ്പിനെ 4 മണിയാണെന്ന് തോന്നും. അവർ അച്ഛനും മോനും എണീറ്റിരിക്കുകയാണ് കേട്ടോ. എണീറ്റിരുന്നിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും പെയ്യെ എണീറ്റു. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലെ വിൻഡോ സീറ്റ് നോക്കിയപ്പോൾ ആരുമില്ല. പിന്നെ ഞാൻ അവിടെ പോയി കാലും നീട്ടി അങ്ങിരുന്നു. നോക്കിയപ്പോൾ ആലപ്പുഴ സ്റ്റേഷനായിരുന്നു കേട്ടോ. ആലപ്പുഴ സ്റ്റേഷൻ എത്തി. അപ്പോൾ നമുക്ക് കായംകുളത്താണ് ഇറങ്ങേണ്ടത്. പിന്നെ അതിൻ്റെ സ്റ്റോപ്പ് കൊല്ലത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കായംകുളത്താണ് ഇറങ്ങുന്നത്. അപ്പം ഭയങ്കര സന്തോഷം, ആലപ്പുഴ എത്തിയല്ലോ എന്ന്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ആലപ്പുഴ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം പിടിച്ചിടുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശ്വരാ പിടിച്ചിടലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കായംകുളത്ത് എത്തി. അവിടെ അനിയനും മോനും വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിൽ പോട്ടെ. ടാറ്റാ ബൈ ബൈ.